ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്. പിള്ളേർക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തണം, പിന്നെ അതുകൂടാതെ ചെറിയൊരു പർച്ചേസിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ പോകാം. അപ്പോൾ ഊബറിലാണ് കേട്ടോ പോകണത്. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോകണം. റാസിനേക്ക് ഇന്ന് ബ്ലഡ് എടുക്കും. റാസിനെയും പാത്തുവിനെയും ബ്ലഡ് എടുത്ത് ടെസ്റ്റ് കൊടുക്കണം. സ്കൂളിൽ ചേരണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അതാണ് അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ ഊബർ വന്നു. നമ്മളിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു മനുഷ്യനെയും കാണാനില്ല കേട്ടോ ഇവിടെ. നമ്മളിങ്ങനെ ചുറ്റുപാട് നോക്കി, അപ്പോഴാണ്ടോ അവിടെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ചെടി ഇരിക്കണ കാണാം. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ ചെന്നാലും പിന്നെ ചെടി കണ്ടാൽ പിന്നെ വിടൂല. ഒരു ചട്ടിയിൽ തന്നെ 3-4 കളറിലുള്ള ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അകത്ത് കയറി. അപ്പോൾ അകത്തേക്ക് ചെന്നപ്പോഴും ആകെ ചെടികൾ തന്നെയാണ് കേട്ടോ, വേറൊരു മനുഷ്യനെയും കാണാനില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പരിശോധനകളും ടെസ്റ്റുകളൊക്കെ നടത്തണ ഒരു ക്ലിനിക്ക് പോലത്തെ ഒരു ഹോസ്പിറ്റലാണ്. എന്താ പറയുക, കിടത്തി ചികിത്സ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലാബോറട്ടറി ഉള്ളത്. അപ്പോൾ അത് മുകളിലാണെന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കണം. പിന്നെ ചോദിക്കാനൊന്നും അവിടെ ഒന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ല. അങ്ങനെ നമ്മളങ്ങനെ ലിഫ്റ്റൊക്കെ കയറി നമ്മളിപ്പോൾ മുകളിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇപ്പം മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിലെത്തിയപ്പോഴും ഈ പറഞ്ഞ മാതിരി ഒരു മനുഷ്യനെയും കാണാനില്ല കേട്ടോ. അത് കണ്ടില്ലേ, ആകെ വിജനമായിട്ടുള്ളൊരു സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഭയങ്കര തിക്കും തിരക്ക് അപഹളങ്ങളൊന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അതിനതേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോറിൽ തന്നെ ഒരു മൂലയിലായിട്ടാണ് കേട്ടോ ഈ പറഞ്ഞ ലാബോറട്ടറി ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇത് ഓൺലൈനായിട്ട് ബുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ചെന്നാൽ മതി. പക്ഷേങ്കിൽ ഇവിടെയൊക്കെ എല്ലാം ഉച്ച വരെ ഉള്ളൂ കേട്ടോ. 2 മണി വരെ ഉള്ളൂ. 2 മണി കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, വർക്കിംഗ് ഡേയിലാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. അപ്പോൾ നമ്മളങ്ങനെ ലാബിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവിടെയാണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്താലും നമ്മളവിടെ സെൽഫ് ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ടോക്കൺ അവർ വിളിക്കുകയുള്ളൂ. അങ്ങനെ അതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ റൂമിലാണ് ബ്ലഡൊക്കെ ഇങ്ങനെ എടുക്കണ സ്ഥലം, ലാബ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ വിളിച്ചു. അപ്പോൾ നമുക്ക് പേരൻസിന് വേണമെങ്കിൽ കൂടെ ചെല്ലാം കേട്ടോ, കുട്ടികളുടെ കൂടെ. അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ബ്ലഡ് എടുക്കൽ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അങ്ങനെ 2 പേരും ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ പരാതികളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. പിള്ളേർക്ക് 2 പേർക്കും ഓരോ ലോലിപ്പോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, പിള്ളേർ ഇങ്ങനെ കരയാതിരിക്കാനും അവരെ ഒരു സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ലോലിപ്പോപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എവിടെ ചെന്നാലും ഇങ്ങനെ മിഠായികളും കൂടുതലും പിന്നെ ലോലിപ്പോപ്പാണ് ഇങ്ങനെ കണ്ടേക്കണത്. അങ്ങനെ അതെല്ലാം കിട്ടി. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ നമുക്കിനി സ്കൂളിൽ അഡ്മിഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നോക്കിക്കണ്ടേ, പാത്തുവിൻ്റെ പരാതികൾ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ നോക്കി ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ബ്ലഡ് എടുത്തതും, കാരണം പുള്ളിക്കാരത്തേക്ക് ബ്ലഡ് ഇത്തിരി കുറവായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ വർത്തമാനമൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് എന്താ പറയുക, കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വന്ന ഹോസ്പിറ്റൽ. വലിയൊരു ഹോസ്പിറ്റൽ പോലത്തെ ഒരു ഇതാണ്. അവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു മനുഷ്യനെ കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഊബറൊക്കെ വന്നു. നമ്മളിനി നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ് നമ്മളെപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അങ്ങോട്ട് തന്നെ പോകണേ. പക്ഷേ എങ്കിൽ വേറെയും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകളുണ്ട് കൂടുതൽ സാധനങ്ങളും ഒക്കെ കിട്ടണത്. പക്ഷേ എങ്കിൽ നമ്മളടുത്ത് ഇതായതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും നമ്മൾ അങ്ങോട്ട് പോകുന്നതും അതുപോലെ തന്നെ അവിടുത്തെ വീഡിയോകളൊക്കെ എടുക്കണേ കേട്ടോ. അപ്പോൾ വേറെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതിനേലും നല്ല സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേങ്കിൽ നമ്മളിത് അടുത്തായതുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ, എന്നിട്ട് വീഡിയോകളൊക്കെ ഇടാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫിഷൊക്കെ കിട്ടണ ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും. അപ്പോൾ നമ്മൾ ഇതിലിടാത്ത കുറേ വീഡിയോകളും ഫോട്ടോസുകളൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ തവണ വരുമ്പോഴും ഓരോ രീതിയിലാണ് കേട്ടോ അവർ ഓരോന്നും ഇങ്ങനെ അടക്കി വെച്ചേക്കണത്. ചിലപ്പോൾ ഈ ഒരു തവണ വരുന്ന പോലെ ആവില്ല പിന്നത്തെ തവണ വരുമ്പോഴേട്ട്, അങ്ങനെ ഓരോ തവണ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണ വരുമ്പോഴും നമ്മൾക്ക് ഭയങ്കര ഒരു പുതുമ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ അതാണ് എടുത്തത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ സെക്ഷനിലാണ് വന്നേക്കണത്. ഒരുപാട് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ചെറുതൊക്കെ ഉണ്ട് കേട്ടോ ചില ഐറ്റംസുകളൊക്കെ. പക്ഷേ എങ്കിൽ ഈ നാട്ടിലെ ആളുകളൊക്കെ കൂടുതലും ഈ ചില്ല് പാത്രങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ ഇന്ത്യൻസ് മാത്രമേ കൂടുതലും ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ചില തായ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാലും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റീൽ പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിൽ വന്നിട്ടുണ്ട്. പഴങ്ങളെന്ന് പറയാനായിട്ട് റോബസ്റ്റ്, ചിങ്ങമ്പഴം അതൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ ചെറുപഴങ്ങളൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. അതൊക്കെ ഓരോ സീസൺ പോലെയും ഓരോ തവണത്തെ ഇതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യമായിട്ട് എന്താ പറയുക ഇവിടെ മാത്രം കിട്ടണ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് കറിവേപ്പിലാണ് കേട്ടോ. കറിവേപ്പില ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ ഏത് കടയിൽ ചെന്നാലും കിട്ടൂല, അതിന് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വരണം കേട്ടോ. അത് പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ അല്ലേ, ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ ഞാനിതിൻ്റെ ഈ കറിവേപ്പിൻ്റെ തൈ കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഈ മല്ലിയില, പുതിനയില അതിൻ്റെ ഓരോ വിത്തുകളും തൈകളൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്, കറിവേപ്പിൻ്റെ മാത്രമില്ല കേട്ടോ. പക്ഷേ എങ്കിൽ പിന്നീടാണ് അറിഞ്ഞത് ഈ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാൽ നമുക്കത് കിട്ടുമെന്ന് കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരു കറിവേപ്പിൻ്റെ തൈ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതൊരു കുഞ്ഞ് തൈയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ ഒന്ന് നട്ട് വലുതാക്കിയണം, അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഒരു ലക്ഷ്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ അത് ഒന്ന് കാണിച്ചു തരാം. ലോങ് വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സിലാണെങ്കിലും ഞാനത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അതേ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ നമ്മൾ അങ്ങനെ കറങ്ങാനൊന്നും പോകണില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിന് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങിയത്. കാരണം വെച്ചാൽ നമുക്ക് തോന്നണ പോലെ അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ. ഇവരാ പറയണ ആ ഡേറ്റിലൊക്കെ തന്നെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് നീട്ടിക്കൊണ്ട് പോയാൽ പിന്നെ നമ്മൾ സ്കൂളിൽ അഡ്മിഷനും വൈകും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇന്ന് തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ അവർ മെയിൽ ചെയ്യും. അതിന് ശേഷം മാത്രമാണ് നമുക്കിനി സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി സ്കൂളിൽ പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ ഓരോ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വിശേഷവുമായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.